ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. രാജ്യത്ത് യുവജന കേന്ദ്രീകൃതമായ 62,000 കോടിയിലധികം രൂപയുടെ വിവിധ സംരംഭങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം കുറിച്ചു. ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയ മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാലിന് ഇന്ന് നാടിന്റെ ആദരം. സംസ്ഥാന സർക്കാരിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുമോദിക്കും. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്ന ആവശ്യം ശക്തം. സ്വർണം ചെന്നൈയിൽ കൊണ്ടുപോയതിൽ വീഴ്ചയില്ലെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ചുമ, ജലദോഷം എന്നിവയ്ക്കുള്ള മരുന്നുകൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ നൽകരുതെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. ഗാസയിലെ സുസ്ഥിരവും നീതിയുക്തവുമായ സമാധാന ശ്രമങ്ങളെ ഇന്ത്യ ശക്തമായി പിന്തുണയ്ക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയ്ക്കെതിരായ ആദ്യ ടെസ്റ്റിൽ വെസ്റ്റ് ഇൻഡീസിന് ബാറ്റിംഗ് തകർച്ച. വാർത്തകൾ വിശദമായി. രാജ്യത്ത് യുവജന കേന്ദ്രീകൃതമായ 62,000 കോടിയിലധികം രൂപയുടെ വിവിധ സംരംഭങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം കുറിച്ചു. നൈപുണ്യത്തിലും നൂതന ആശയത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് യുവാക്കളെ ഭാവിയെ നയിക്കാൻ പ്രാപ്തമാക്കാനാണ് തന്റെ സർക്കാർ ശ്രമിക്കുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. एक तरह से पीएम सेतु योजना दुनिया की स्किल डिमांड से भी भारत के युवाओं को जोड़ेगी. हमारे नौजवानों के लिए दुनिया में नए अवसर बन रहे हैं. യുവാക്കളുടെ നൈപുണ്യ വികസനം ലക്ഷ്യമിട്ട് രാജ്യത്തുടനീളം 1000 ഗവൺമെന്റ് ITIകളുടെ നവീകരണത്തിനായുള്ള PM സേതു പദ്ധതിയും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. ചലച്ചിത്ര ലോകത്തിന് നൽകിയ സമഗ്ര സംഭാവനയ്ക്കുള്ള രാജ്യത്തിന്റെ പരമോന്നത ബഹുമതിയായ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയ മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാലിനെ സംസ്ഥാന സർക്കാർ ആദരിക്കുന്ന ചടങ്ങിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. മലയാളം വാനോളം ലാൽ സലാം എന്ന പേരിലുള്ള പരിപാടിയുടെ ഒരുക്കങ്ങൾ മന്ത്രിമാരായ സജി ചെറിയാനും വി ശിവൻകുട്ടിയും തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നേരിട്ടെത്തി വിലയിരുത്തി. വൈകിട്ട് 4:30 പരിപാടി ആരംഭിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന സർക്കാരിനു വേണ്ടി മോഹൻലാലിനെ ആദരിക്കും. പ്രവേശനം പൂർണ്ണമായും സൌജന്യമാണ്. ശബരിമലയിലെ സ്വർണ്ണപ്പാളി ചെന്നൈയിൽ കൊണ്ടുപോയതിൽ വീഴ്ചയില്ലെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 12 പാളികളാണ് കൊണ്ടുപോയത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിട്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ പേരിലാണ് 40 വർഷത്തെ വാറന്റി ഉള്ളത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ കൂട്ടേണ്ടി വന്നതെന്നും PS പ്രശാന്ത് പറഞ്ഞു. സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ശബരിമലയിൽ 1998 വഴിപാടായി ലഭിച്ച സ്വർണ്ണപ്പാളികൾ 2019 സ്വർണം അല്ലാതായത് എങ്ങനെയാണ് എന്നതിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് പന്തളം കൊട്ടാര നിർവാഹക സംഘം. സ്പോൺസർമാരായി വരുന്നവർക്ക് അതിനുള്ള കഴിവും സാമ്പത്തികവും ഉണ്ടോ എന്ന് അന്വേഷിക്കേണ്ടതും അത്യാവശ്യമാണെന്നും കൊട്ടാര നിർവാഹക സംഘം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിശദമായി ചോദ്യം ചെയ്യണമെന്നും 2019 മുൻപ് സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നും പരിശോധിക്കണമെന്നും വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിന്റെ പാളികൾ സ്വർണം പൊതിഞ്ഞതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി മലപ്പുറത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. സംഭവത്തിൽ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം പരിഗണിക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അതേസമയം വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ആഭിമുഖ്യത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് നടന്നു. അഖിലേന്ത്യാ ട്രേഡ് ടെസ്റ്റിൽ കേരളത്തിലെ ITIകളിലെ ട്രെയിനുകൾ ദേശീയ തലത്തിൽ മികച്ച വിജയം നേടിയെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ITI സംസ്ഥാനതല ബിരുദദാന ചടങ്ങ് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നിർമ്മിത ബുദ്ധി, റോബോട്ടിക് തുടങ്ങിയ പുതുതലമുറ കോഴ്സുകളിലൂടെ യുവാക്കൾക്ക് മികച്ച അവസരങ്ങൾ ഒരുക്കിയെന്നും മന്ത്രി പറഞ്ഞു. പരിശീലനം പൂർത്തിയാക്കി തൊഴിലിലേക്ക് കടക്കുന്ന യുവാക്കളെ പിന്തുണയ്ക്കുവാൻ എല്ലാ വർഷവും 14 ജില്ലകളിലുമായി സ്പ്രം ജോബ് ഫെയർ ആരംഭിച്ച് രാജ്യത്തിനകത്തും പുറത്തുമുള്ള അവസരങ്ങൾ ട്രെയിനികൾക്ക് ഒരുക്കിയിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച വൊക്കേഷണൽ ട്രെയിനിങ്ങും തൊഴിലവസരവും ഉറപ്പുവരുത്തുന്നതിൽ നമ്മുടെ സംസ്ഥാനം മുന്നിലാണ്. പാലക്കാട് 9 വയസ്സുകാരിയുടെ കൈ മുറിച്ചു മാറ്റേണ്ടി വന്നത് ചികിത്സാ പിഴവ് മൂലമാണെന്ന പരാതിയിൽ കൂടുതൽ അന്വേഷണം ആവശ്യപ്പെട്ട് വിവിധ സംഘടനകൾ. അതേസമയം ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാർക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നാണ് ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് നൽകിയ പ്രാഥമിക റിപ്പോർട്ടിൽ ഉള്ളതെന്നാണ് സൂചന. പല്ലശന ഒഴിവുപാറ സ്വദേശിയായ പെൺകുട്ടിയുടെ വലത് കൈയാണ് മുറിച്ചുമാറ്റിയത്. 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ചുമയ്ക്കും ജലദോഷത്തിനുമുള്ള മരുന്നുകൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ നൽകരുതെന്ന മാർഗനിർദ്ദേശം പുറത്തിറക്കി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കൃത്യമായ പരിശോധനകൾക്ക് ശേഷം കടുത്ത മേൽനോട്ടത്തിലായിരിക്കണം മരുന്നുകൾ നൽകേണ്ടതെന്നും നിർദ്ദേശമുണ്ട്. ഇത് സംബന്ധിച്ച് എല്ലാ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസസിന് മന്ത്രാലയം കത്ത് നൽകി. അതേസമയം മധ്യപ്രദേശിൽ ഖബ്സിറപ്പ് കഴിച്ച കുട്ടികൾ മരിച്ചെന്ന സമീപകാല റിപ്പോർട്ടുകൾ കണക്കിലെടുത്ത് സംയുക്ത സംഘം സ്ഥലം സന്ദർശിച്ച് പരിശോധന നടത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. നവരാത്രി വിഗ്രഹങ്ങളുടെ തിരുവനന്തപുരത്ത് നിന്നുള്ള മടക്ക ഘോഷയാത്ര ആരംഭിച്ചു. രാവിലെ 8 മണിയോടെയാണ് മടക്ക ഘോഷയാത്ര ആരംഭിച്ചത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. 11 ദിവസം പൂജയ്ക്കിരുത്തിയ ശേഷമാണ് 3 വിഗ്രഹങ്ങളുടെയും മടക്കയാത്ര ആരംഭിച്ചത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ കിഴക്കേ നടയിലെ നവരാത്രി മണ്ഡപത്തിൽ നിന്ന് തേവാരക്കെട്ട് സരസ്വതി ദേവിയെ ആനപ്പുറത്തും, ആര്യശാല ദേവി ക്ഷേത്രത്തിൽ നിന്ന് കുമാരസ്വാമിയെയും, ചെന്തിട്ട ക്ഷേത്രത്തിൽ നിന്ന് മുന്നൂറ്റി നങ്കയെയും പല്ലക്കിലുമാണ് എഴുന്നള്ളിച്ചത്. 3 വിഗ്രഹങ്ങളും കിള്ളിപ്പാലത്ത് സംഗമിച്ചു. കിള്ളിപ്പാലത്ത് കേരള പോലീസ് ഗാർഡ് ഓഫ് ഓണർ നൽകി. തുടർന്ന് 3 വിഗ്രഹങ്ങളും പത്മനാഭപുരത്തെയും ശുചീന്ദ്രത്തെയും മാതൃക്ഷേത്രങ്ങളിലേക്ക് മടങ്ങി. സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ മാറ്റിവെച്ച തിരുവോണം ബമ്പർ ഭാഗ്യക്കുറി നറുക്കെടുപ്പും പൂജാ ബമ്പർ ടിക്കറ്റിന്റെ പ്രകാശനവും ഇന്ന് നടക്കും. തിരുവനന്തപുരത്ത് അല്പസമയത്തിനകം നടക്കുന്ന ചടങ്ങിൽ മന്ത്രി KN ബാലഗോപാൽ പ്രകാശനം നിർവഹിക്കും. മധുര പ്രിയർക്ക് മുന്നിൽ സിനിമാ ചരിത്രം കൂടി അനാവരണം ചെയ്തൊരു പായസക്കട. അതുല്യ നടൻ MG സോമന്റെ തിരുവല്ല മണ്ണടിപ്പറമ്പിൽ വീട്ടുവളപ്പിലാണ് പായസങ്ങളുടെ വൈവിധ്യങ്ങളുമായി സോമേട്ടൻസ് മധുരം പായസക്കട പ്രവർത്തിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി S. ശ്രീധർ. അതുല്യ നടൻ MG സോമന്റെ മകനും അഭിനേതാവുമായ സജി സോമനും ഭാര്യ ബിന്ദുവും നടത്തുന്ന സോമേട്ടൻസ് മധുരം പായസക്കടയിലെത്തിയാൽ മധുരപ്രിയർക്ക് മുൻപിൽ അനാവരണം ചെയ്യപ്പെടുന്നത് അദ്ദേഹം സജീവമായി ചലച്ചിത്ര രംഗത്തുള്ളപ്പോഴുള്ള മലയാള സിനിമാ ചരിത്രം കൂടിയാണ്. രാവിലെ 11:30 മുതൽ 5 വരെ പ്രവർത്തിക്കുന്ന കടയിൽ 21 തരം പായസങ്ങളാണ് വിവിധ ദിനങ്ങളിലായി ഒരുക്കുന്നത്. സജിയുടെ ഭാര്യ ബിന്ദുവാണ് പായസ നിർമ്മാണം നടത്തുന്നത്. അധ്യാപികയായിരുന്ന ബിന്ദു ജോലി ഉപേക്ഷിച്ചാണ് 5 വർഷം മുൻപ് വീടിന് മുൻപിൽ ചെറിയ കൌണ്ടർ തുറന്ന് പായസക്കട ആരംഭിച്ചത്. ഇന്ത്യക്കെതിരായ ആദ്യ ടെസ്റ്റിൽ വെസ്റ്റ് ഇൻഡീസിന് ബാറ്റിംഗ് തകർച്ച. 3-ാം ദിനം 2ാം ഇന്നിംഗ്സ് ബാറ്റിംഗ് ആരംഭിച്ച സന്ദർശകർക്ക് 5 വിക്കറ്റുകൾ ഇതിനകം നഷ്ടമായി. 32 ഓവർ അവസാനിക്കുമ്പോൾ 5 വിക്കറ്റിന് 89 റൺസ് എന്ന നിലയിലാണ് വെസ്റ്റ് ഇൻഡീസ്. 286 റൺസിന്റെ ലീഡാണ് ആദ്യ ഇന്നിംഗ്സിൽ ഇന്ത്യ സ്വന്തമാക്കിയത്. സുസ്ഥിരവും നീതിയുക്തവുമായ സമാധാനത്തിനായുള്ള എല്ലാ ശ്രമങ്ങളെയും ഇന്ത്യ ശക്തമായി പിന്തുണയ്ക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗാസയിലെ സമാധാന ശ്രമങ്ങൾ നിർണായക പുരോഗതി കൈവരിക്കുന്ന സാഹചര്യത്തിൽ പ്രസിഡന്റ് ട്രംപിന്റെ നേതൃത്വത്തെ ഇന്ത്യ സ്വാഗതം ചെയ്യുന്നുവെന്ന് സമൂഹമാധ്യമക്കുറിപ്പിൽ ശ്രീ മോദി പറഞ്ഞു. ബന്ദികളെ മോചിപ്പിക്കുന്നതിന്റെ സൂചനകൾ സുപ്രധാന ചുവടുവയ്പ്പാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അതേസമയം ഗാസ സമാധാന നിർദ്ദേശവുമായി സഹകരിക്കുവാനുള്ള ഹമാസിന്റെ സന്നദ്ധതയെ ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് സ്വാഗതം ചെയ്തു. രാജ്യത്ത് സ്വർണ്ണവിലയിൽ വർധന. ഗ്രാമിന് 80 രൂപ വർദ്ധിച്ച് 10,945 രൂപയും പവന് 640 രൂപ കൂടി 87,560 രൂപയുമാണ് ഇന്നത്തെ വില. തിരുവനന്തപുരം നന്ദാവനം റോഡിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈനിൽ ചോർച്ച പരിഹരിക്കുന്നതിന്റെ ഭാഗമായി നന്ദാവനം ബേക്കറി ജംഗ്ഷൻ, ഊറ്റുകുഴി, സെക്രട്ടേറിയറ്റ്, ആയുർവേദ കോളേജ്, മേലെ തമ്പാനൂർ, പുളിമൂട് തുടങ്ങിയ സ്ഥലങ്ങളിൽ നാളെ രാവിലെ 7 മണി മുതൽ രാത്രി 7 മണി വരെ ജലവിതരണം മുടങ്ങും. ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ ഭാഗമായി വിനോദസഞ്ചാര വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള പിറവം വള്ളംകളി മത്സരം ഇന്ന് ഉച്ചയ്ക്ക് 2 മുതൽ മൂവാറ്റുപുഴയാറിൽ നടക്കും. മന്ത്രി K. രാജൻ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിക്കും. നെഹ്റു ട്രോഫി ജേതാക്കളായ 9 ചുണ്ടൻ വള്ളങ്ങളാണ് ഇത്തവണ മത്സരിക്കുന്നത്. ഗാന്ധിജിയുടെ ജീവിതം അടിസ്ഥാനമാക്കിയുള്ള സമ്പൂർണ്ണ ചിത്ര പ്രദർശനം സംസ്ഥാന പുരാരേഖാ വകുപ്പിന്റെ കീഴിൽ തിരുവനന്തപുരത്തുള്ള താളിയോല രേഖാ മ്യൂസിയത്തിൽ സജ്ജീകരിച്ചിരിക്കുന്നു. രാവിലെ 10:15 മുതൽ വൈകുന്നേരം 5 മണി വരെ നീണ്ടുനിൽക്കുന്ന പ്രദർശനത്തിൽ പ്രവേശനം സൌജന്യമാണ്. ഈ മാസം 9 വരെയാണ് പ്രദർശനം. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്ത് യുവജന കേന്ദ്രീകൃതമായ 62,000 കോടിയിലധികം രൂപയുടെ വിവിധ സംരംഭങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം കുറിച്ചു. ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയ മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാലിന് ഇന്ന് നാടിന്റെ ആദരം. സംസ്ഥാന സർക്കാരിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുമോദിയും. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്ന ആവശ്യം ശക്തം. സ്വർണം ചെന്നൈയിൽ കൊണ്ടുപോയതിൽ വീഴ്ചയില്ലെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ചുമ, ജലദോഷം എന്നിവയ്ക്കുള്ള മരുന്നുകൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ നൽകരുതെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. ഗാസയിലെ സുസ്ഥിരവും നീതിയുക്തവുമായ സമാധാന ശ്രമങ്ങളെ ഇന്ത്യ ശക്തമായി പിന്തുണയ്ക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യക്കെതിരായ ആദ്യ ടെസ്റ്റിൽ വെസ്റ്റ് ഇൻഡീസിന് ബാറ്റിംഗ് തകർച്ച. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.